മഴ എത്തി. ബാംഗ്ലൂർ കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടാണ്, നല്ല ചൂട്. പ്രത്യേകിച്ച് നമ്മളിവിടെ ഞങ്ങളിപ്പോൾ നാട്ടിലൊക്കെ പോയി വന്നതാണ്. എന്നിട്ട് ഇതാണ് നമ്മുടെ വീട്. അവിടെ കയറിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു വന്നപാട്. സോ ആ ഒരു ഇതിൽ ഫുൾ ടൈം കൂളറൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേ പ്രതീക്ഷിക്കാതെ നട്ടുച്ചയ്ക്കൊരു മഴ, ബ്യൂട്ടിഫുൾ മഴ. അപ്പോൾ ആക്ച്വലി ഇത് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ലാത്തൊരു വ്ളോഗാണ്. പക്ഷെ എനിക്ക് മഴ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓ ദേ മഴ കൂടി, മഴ കൂടി, അടിപൊളി. ഞാൻ പഠിച്ചൊരു വാക്കാണ്, അതായത് ഞാൻ പഠിച്ചത് എൻ്റെ കൂടെ കോളേജിൽ TTK കോളേജിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ബൃന്ദയുടെ നിന്നാണ്. പ്ലൂവിയോഫൈൽ, ദാറ്റ് മീൻസ് സമൺ ഹു ലവ്സ് റെയിൻ. ഞാൻ ഒരു പ്ലൂവിയോഫൈലാണ് ഏകദേശം. കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ. അപ്പോൾ അവളുടെ നിന്ന് പഠിച്ചൊരു വാക്കാണത്. അതിനുശേഷം എപ്പോൾ മഴ കണ്ടാലും എനിക്ക് ആ വേർഡ് ഓർമ്മ വരും. മഴ കണ്ട് പ്രാന്തായ എനിക്ക് ആക്ച്വലി ഒരു കഥ ഓർമ്മ വന്നു. സോ യെസ്, മഴ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കഥയാണ്. കഥയല്ല, ബേസിക്കലി ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അർഷാനയും, എൻ്റെ കസിനാണ് അർഷാന, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. ഈ മഴക്കാലം ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 9th or 10th പഠിക്കുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പ് ഈ ബുക്സ് ഒക്കെ നമ്മൾ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് ബാഗിലിടും. അപ്പോൾ ബാഗ് നനയും, പക്ഷെ ബുക്സ് നനയില്ല, അങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങൾ ബസ് ഇറങ്ങും. മഴ ഉണ്ടെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ച് വീട് വരെ ഞങ്ങൾ നടന്ന് മഴയൊക്കെ കൊണ്ടങ്ങനെ വരും. അവിടെ പോയിട്ട് അമ്മായിൻ്റെ നിന്ന് ചീത്ത വെക്കും, വീട്ടിൽ പോയിട്ട് അമ്മാൻ്റെ ചീത്ത വെക്കും, പക്ഷെ ഡസൻറ്റ് മാറ്റർ. അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഇതേപോലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സാധാരണ മഴക്കാലം, പക്ഷെ അന്ന് മഴയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടന്ന് വന്നിട്ട് അമ്മായിന്റെ വീടാണ് ഫസ്റ്റ്. അമ്മായിന്റെ വീട് എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വീടെത്തിയപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. ഞങ്ങൾ രണ്ടാളും എന്തപ്പോൾ ചെയ്യാന്ന് പറഞ്ഞ് തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. എന്നിട്ട് അവിടുന്ന് വീണ്ടും നടന്ന് മഴയൊക്കെ കൊണ്ട് വന്നിട്ടായിരുന്നു. സോ ഐ വാസ് വെരി ക്രേസി അബൌട്ട് മഴ. അത് വീട്ടിലറിയോന്നറിയില്ല. അർഷാന നിനക്ക് ഓർമ്മ ഉണ്ടാടി? സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭ്രാന്തനാണ്. പിന്നെ അതുപോലെ 10th 9th പഠിക്കുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ രാവിലെ നേരത്തെ എൻ്റെ ബസ് സ്കൂളിലെത്തും. അപ്പോൾ അവിടെ പോയിട്ട് ഞാനും എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും ഇതേപോലെ മഴ പെയ്യുമ്പോൾ പോയിട്ട് മഴയത്ത് ഡാൻസ് കളിക്കും. പറ്റിയ അടടാ മഴട, മനസ്സിൽ തമന്ന പാട്ടിയാണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട്. എന്നിട്ട് എന്താവും, കുറച്ച് കഴിയുമ്പോൾ ടീച്ചേഴ്സ് വരുമല്ലോ, അപ്പോഴേക്കും ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കും. സോ ബാക്കി കുട്ടികൾക്ക് കുഴപ്പമില്ല, നമ്മൾ ഈ നനഞ്ഞൊട്ടിയിട്ട് ഈ ക്ലാസ്സിലിരുന്നിട്ട് വിറച്ചിട്ട് ടീച്ചറിനെ എത്ര പ്രാവശ്യം ചെയ്ത് കിടന്നത് അറിയാം. ബട്ട് സ്റ്റിൽ അതൊരു അടിപൊളി സംഭവമായിരുന്നു. എനിക്ക് മഴ എന്ന് പറയുമ്പോൾ ഈ 2 ഇൻസിഡൻസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും. സോ യാ, ദീസ് ആർ ലൈക്ക് മൈ മഴ ഓർമ്മകൾ. നമുക്ക് ഷാഹിദ് എന്താ ചെയ്യണമെന്ന് നോക്കാം. മഴ നിന്നു കേട്ടോ. ഒരു 5 മിനിറ്റിന്റെ പ്രഹസനമായിരുന്നു മഴ. എന്താണ് സർ പരിപാടീസ്? മഴ നിന്ന് മുഖം തല തുടച്ചാ? നമുക്കൊരു ബൂസ്റ്റ് അടിച്ചാലോ? ക്രീം തരാം. സോ എൻ്റെ മുഖം ചോർന്നു. ഞാൻ നേരത്തെ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി മേക്കപ്പ് ചെയ്തതായിരുന്നു. ആ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോയിട്ട് അവിടെ എന്തൊക്കെയോ ആയിട്ട് നിൽക്കുന്നു. എനിവേ നല്ലൊരു മഴയായിരുന്നു. ഇതിൻ്റെ ബൂസ്റ്റ് ആയ ശേഷം നമുക്ക് പുറത്ത് പോയിരുന്നത് ചായയും ബൂസ്റ്റാണ്. എൻ്റെ ബൂസ്റ്റ് ഷാഹിദിൻ്റെ കാപ്പി. ഷാഹിദേ, ഓയ് നല്ല വ്യൂ. നമ്മുടെ ബാക്കിലെ പൂക്കൾ നല്ല ഭംഗിയിൽ കാണുന്നതിന്. ശരി, നിന്റെ ഹൗ വാസ് യുവർ മഴക്കാലം? ഇനി മഴക്കാലം പ്രത്യേക ഓർമ്മകൾ? എന്റെ മഴക്കാലം മറ്റേതാണ്, ചെന്നൈ ഫ്ലഡ്. അതാണ് എനിക്ക് ഓർമ്മ. സോ 2 വട്ടം ഫ്ലഡ് ആയിരുന്നല്ലോ. മീൻസ് 2017 16 or 17 or 15. സോ അന്ന് 2 ഫ്ലഡ് ഉണ്ടായിരുന്നല്ലോ. സ്റ്റാർട്ടിങ് ഭയങ്കര മഴ പെയ്തിട്ട് ഫുൾ ഫ്ലഡായി. സോ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത്രയൊക്കെ വെള്ളം ഉണ്ടാവുമായിരുന്നു. സോ ഞങ്ങൾക്ക് ട്രാക്ടറൊക്കെ ഉണ്ടാവും. സോ വീട്ടിലവർ സൊസൈറ്റിയിൽ നിന്ന് ട്രാക്ടർ ഏൽപ്പിച്ചു. സോ ട്രാക്കിൽ കയറിയിട്ട് നമ്മൾ നടക്കണ്ട, ഇത് ഫുൾ ക്രോസ് ചെയ്തിട്ട് മെയിൻ റോഡ് എത്തിക്കും. എന്നിട്ട് തിരിച്ചങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ദിവസം നാട്ടിൽ പോയി. ഒരു ദിവസം എക്സാം വന്നു. എക്സാം ഏതോ യൂണിവേഴ്സിറ്റി എക്സാമാണ്. പലരും എന്നോട് പറഞ്ഞു ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ കോളേജ് ചോദിക്കും, കോളേജ് പറഞ്ഞു അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും, യൂണിവേഴ്സിറ്റി കാര്യമല്ലേ.
മദ്രാസ് യൂണിവേഴ്സിറ്റിയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇതിനെ മിസ്സാക്കണത്. അപ്പം ഇന്നെയാണ് കൊണ്ടാക്കുക. ഇന്നീ വണ്ടി എന്ന് ചോദിച്ചു പോണോ ഉറപ്പാണോ? രണ്ടു നിലക്കും. ചെന്നൈ ട്രെയിൻ കയറിയപ്പോൾ കുഴപ്പമില്ല, കുറേ പേരുണ്ട്, ട്രെയിൻ ഫുള്ളായി. സോ ചെന്നൈയിൽ 2-3 hours മുന്നേ കുറച്ച് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിർത്തി. ഇതൊരു 7 മണി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം എടുക്കും ട്രെയിനല്ലേ. എന്നിട്ട് ഒരു 9 മണിയായിട്ടും എടുക്കണില്ല ട്രെയിൻ. പിന്നെ ഒരു 9 മണിയാകുമ്പോൾ കുറച്ചെടുത്തു, 1 kilometer പോയി ട്രെയിൻ കൊണ്ട് നിർത്തിയിട്ടു. അങ്ങനെ അവസാനം ഒരു വേറൊരു ട്രെയിനിലോട്ട് മാറാൻ പറഞ്ഞു. എന്നിട്ട് ആ ട്രെയിനിൽ ആരൊക്കെയോ പരിചയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിച്ചു, ട്രെയിൻ നിന്നു. ട്രെയിൻ ഒരു വഴിക്കും വരുന്നില്ല. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, അവർ പറഞ്ഞു എന്തായാലും ഇങ്ങോട്ട് വരാൻ കഴിയില്ല, ഫുൾ വെള്ളമാണ്, കറണ്ട് ഇല്ല, ഫുഡില്ല, ഒന്നുമില്ല, എന്തായാലും ബസ് ഉണ്ടാവില്ല, നീ വരിക വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്, പോണ നടക്കില്ല, ഞാൻ പെട്ടില്ലേ, എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എവിടെ നിൽക്കും ഞാൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഇയാള് മണിന്നായിരുന്നു പേരുന്നു, എനിക്ക് അരമന മണി എന്ന് സേവ് ചെയ്ത് ഓർമ്മയുണ്ട്. സോ അങ്ങനെ ഒരു അരമനയിൽ കുക്കായിരുന്നു. സോ ചേർച്ചിന്റെ അരമനയിൽ കുക്കായിരുന്നു. അങ്ങേര് പറഞ്ഞു സാരല്ല, നീ എൻ്റെ കൂടെ വന്നോ, നമുക്ക് നാളെ നീ വഴി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വന്നു. അവസാനം ഓട്ടോ ഡ്രൈവർ വരില്ല, പോവില്ല, കുറേ പ്രശ്നം പറഞ്ഞു. എങ്ങനെ എത്തിയെന്ന് ഓർമ്മയില്ല. അവസാനം അങ്ങേര് ഞാൻ വീട്ടിലെത്തി. ഞാൻ എന്ത് തരത്തിലാണോ അങ്ങനെ വീട്ടിൽ പോയതുപോലെ എനിക്കറിയില്ല. പിന്നെ ബിഷപ്പ് ഹൗസ് ആയിരുന്നു, എനിക്ക് അത്ര പേടിക്കാനില്ല എന്ന് തോന്നി. ബിഷപ്പ് ഹൗസ് അല്ലേ. അപ്പോൾ വേറെ 2-3 ആൾക്കാരുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. എനിക്ക് അവർ കഞ്ഞിയും പപ്പടം തന്നു, പയറും ഉണ്ടായിരുന്നു, കഞ്ഞിയും പയറും പപ്പടം. അതെനിക്ക് ഓർമ്മയുണ്ട്, ജീവിതത്തിൽ മറക്കാത്തൊരു കഞ്ഞി അതാണ്. പിന്നെ അന്ന് രാത്രി എനിക്ക് എക്സ്കേപ്പ് ആവണം, മീൻസ് തിരിച്ച് നാട്ടിൽ വരണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നാട്ടിലോട്ട് പോകണത് ചിലപ്പം ലോങ് അല്ലേ, എത്തില്ല, ഞാൻ ബാംഗ്ലൂരിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇക്കണ്ടല്ലോ, ഞാൻ ബാംഗ്ലൂർക്ക് എസ്കേപ്പ് ആവുന്ന പ്ലാൻ. അപ്പോൾ ആദ്യം കുറേ ട്രെയിൻ ബുക്ക് ചെയ്തു. ഞാൻ ഉറങ്ങി, ട്രെയിൻ ഉണ്ടല്ലോ നാളെ നോക്കാമല്ലോ, ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന എനിക്ക് തോന്നി ട്രെയിനൊക്കെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്, ട്രെയിൻ പോയിട്ടുണ്ടാവില്ലല്ലോ, ചിലപ്പോൾ ബസ് പോകുമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ബാംഗ്ലൂർക്ക്. അപ്പോൾ രാവിലെ എത്തിയപ്പോൾ എനിക്ക് പറ മെസ്സേജ്, എല്ലാ ട്രെയിനും ക്യാൻസൽ, എല്ലാം ക്യാൻസൽ എന്ന മെസ്സേജ്, ബസ് മാത്രം ക്യാൻസൽ ചെയ്യില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ഓട്ടോ ഡ്രൈവറിൻ്റെ കൈയും കാലും പിടിച്ച് ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിലെത്തിയ പ്രശ്നം എന്താ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ബസ് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു, അങ്ങനെ കുറേ ATM കൊണ്ടുപോയി തന്നെ. ആ സമയത്ത് ATM വർക്കാവില്ല, കാരണം മഴയും ഒന്നും നടക്കില്ല. ഞങ്ങൾ 5-6 ATM പോയി. സോ ആ സമയത്ത് ഇപ്പോൾ ATM UPI ഒന്നും ഇല്ല. അങ്ങനെ പിന്നെ വെറുതെ വിട്ടു തന്നെ, നീ പോയിട്ട് പോയി. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വന്നിട്ട് പൈസ അയച്ചാലെന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നിട്ട് ആളെ കണ്ടിട്ടില്ല. അങ്ങനെ കുറേ പേരുടെ സഹായത്തോടെ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ എത്തി. സോ അന്ന് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വിട്ട് ഹൈവേ കയറും, ബാംഗ്ലൂർ ഹൈവേ. എല്ലാവരും ഫുൾ കൈയടി കിട്ടും, വന്നൊക്കെ ഫുൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും രക്ഷപ്പെട്ടൊരു ഇതുപോലെയായിരുന്നു. അങ്ങനെ ഞാൻ സിൽക്ക് ബോർഡ് വന്നിറങ്ങി. അങ്ങനെ ജീവിതത്തിന്റെ കുറെ കഷ്ടപ്പാടുകളിലൂടെ മുന്നേറിയിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ ഞങ്ങൾക്ക്. താൻ കൊടുങ്കാറ്റ് സർവൈവ് ചെയ്തിട്ടുണ്ടോ ജീവിതത്തില്? ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി ദാറ്റ് ഈസ് മൈ നെക്സ്റ്റ് സ്റ്റോറി. 2018 ഞാൻ PGക്ക് ഫസ്റ്റ് ഇയറിൽ തമിഴ്നാട്ടിലുള്ള സമയമാണ്, തിരുവരൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇപ്പോഴാണ് നമ്മളുടെ ഗജ എന്നുള്ള കൊടുങ്കാറ്റ് വീശുന്നത്. അപ്പോൾ അത് വരുന്ന ഏകദേശം ഐഡിയ കിട്ടുന്ന ഞങ്ങൾക്ക് സെം എക്സാം നടക്കുന്ന സമയം, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെം എക്സാം എന്താണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് വരും, ചെറുതായിട്ടൊക്കെ വന്ന് പോകും എന്നുള്ളൊരിതായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എക്സാം മാറ്റി വെച്ചു എന്നെന്തോ പറഞ്ഞിട്ട് മെസ്സേജ് എന്തോ വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആശ്വാസം, എനിക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ സംഭവം ഓർമ്മയില്ല. ആദ്യം മഴ പെയ്തു, ചെറിയ രീതിക്ക് ഇങ്ങനെ മഴ പെയ്തു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഈ ഡ്രിസ്ലിങ് ഇങ്ങനെ നിൽക്കുന്നത്, ചെറിയ മഴയാണ്, ഡ്രിസ്ലിങ് അല്ല, മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്. മഴയാണ്, ഓർമ്മല്ലേ മിസ്റ്റർ, വയസ്സായില്ലേ? മഴയാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മഴൻ്റെ ശക്തി കൂടി. അപ്പം നമുക്ക് തുടങ്ങി എന്നുള്ളൊരു ഇത് വരുമല്ലോ ജീവിതത്തിൽ. ആദ്യമായിട്ട് കൊടുങ്കാറ്റ് കാണാൻ പോവുകയല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്ക് ഭയങ്കര തമാശയായിരുന്നു കേട്ടോ, ഭയങ്കര ഒരു രസം, എക്സൈറ്റിങ് പരിപാടിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയി, ബാൽക്കണിയിൽ പോയി നിൽക്കും. എന്നിട്ട് കുറച്ച് നേരം മഴ കാണും. ഈ മഴ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഈ കാറ്റിങ്ങനെ വീശുമല്ലേ, അപ്പോൾ അതിനനുസരിച്ച് മഴ ഇങ്ങനെ ആവണൊരു പ്രതിഭാസം കണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കൂടി, കാറ്റ് വീശാൻ തുടങ്ങി. അതുവരെ
സാധാരണ ഒരു മഴയുള്ള ദിവസം കാറ്റ് നല്ല വീശാൻ തുടങ്ങി, ലൈക്ക് നമുക്ക് ശബ്ദമൊക്കെ കേൾക്കും കാറ്റിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും വീണ്ടും ഇറങ്ങി. അത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ബാത്റൂം ഉണ്ടാവില്ലേ, അപ്പം അതിൻ്റെ നേരെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ലൈക്ക് ഇതുപോലെ ഹാൻഡ് റെയിൽ വന്നിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ കാഴ്ച കണ്ടത്. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സോ ബോയ്സ് ഹോസ്റ്റലിന് ഗേൾസ് ഹോസ്റ്റലിനൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ വരുന്നുണ്ട്. എടാ തുണികളൊക്കെ പറക്കാൻ തുടങ്ങി, എല്ലാവരും തുണികളെടുത്തതാണ്. അപ്പോഴാണ് ഞങ്ങൾ അവിടെ പോയി നോക്കുന്നത്. അവിടെ പോയി നോക്കുമ്പോൾ തുണികളൊക്കെ പറക്കുക, നമ്മൾ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകും, പക്ഷെ പറന്നു പോകുക. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ബക്കറ്റ് പറന്നു പോകണേ, ഫുൾ സീന്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആഷി, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ആഷി, അഞ്ജു, ഇവരൊക്കെ കൂടിയിട്ട് രഹന നീ എവിടെയെങ്കിലും പിടിച്ചു നിന്നു, എൻ്റെ രഘു എന്നാണ്. രഘുവിനെ പിടിച്ച രഘു പറക്കും. കാരണം ഞാൻ അന്ന് ഇത്രയും തടിയില്ല, ഞാൻ നല്ല മേലിട്ടാണ്. അപ്പോൾ കണിയുണ്ട്, മഞ്ജു, അങ്ങനെ കണീൻ്റെ ഗ്യാങ് ഉണ്ട്, ആഷി ഉണ്ട്, അഞ്ജു ഉണ്ട്, അനു, അങ്ങനെ ഞങ്ങൾ മീഡിയയിലത്തെ ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മറ്റേ ബാത്റൂമിൻ്റെ അവിടെ നിന്നൊരു ശബ്ദം, ഒരു ശബ്ദം. ഞാൻ നോക്കുമ്പോൾ സംഭവം എക്സോസ്റ്റ് ഫാന് ഇളകി വീണു. അത് കേട്ടപ്പോൾ നമുക്കൊക്കെ പേടിയായി. അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് ആദ്യം ആരോ അകത്തിങ്ങനെ പോയി നോക്കിയെന്ന് തോന്നുന്നു എന്താ സംഭവം എന്നറിയാൻ. അപ്പോഴാണ് ഈ ഫാനിൻ്റെ ലീഫ് ഇങ്ങനെ ഇളകിയിട്ടും എക്സോസ്റ്റ് ഫാൻ്റെ താഴെ വീണ്. അത് കൂടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പേടിയായി. ഞങ്ങളെല്ലാവരും തിരിച്ച് വേഗം റൂമിൽ പോയിരുന്നു. നെറ്റ്വർക്കൊന്നും ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എല്ലാവർക്കും പേടിയുണ്ട്, പക്ഷെ ആരും അതൊന്നും പറയാതെ ഒരു എന്താ പറയുക രസം പോലെ, ഇതെന്ത് നമ്മൾ കൊടുങ്കാറ്റൊക്കെ സർവൈവ് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരു തമാശയിൽ ഇങ്ങനെ വിടുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ അന്ന് എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഒന്നുമില്ലല്ലോ, എക്സാം ഇല്ല. പിറ്റേ ദിവസം പുറത്ത് നോക്കുമ്പോഴാണ് കുറേ ഭാഗത്തെ ഷീറ്റൊക്കെ പറഞ്ഞിട്ട് മേലിങ്ങനെ ഉണ്ടാവില്ലേ, അതൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി കിടക്കുക. അങ്ങനെ സാധാരണ കാലത്തിൽ അത് വരില്ലല്ലോ. ഇങ്ങനെ നോക്കുന്നിടത്തൊക്കെ ഷീറ്റ്. പിന്നെ അപ്പോഴും മഴ ഉണ്ട്, മഴ നിൽക്കുന്നേ ഇല്ല. കുറേ നേരം മഴ ഇങ്ങനെ ഡ്രിസ്ലിങ് കുറേ നേരം ഉണ്ട്, രാവിലെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു രാവിലെ വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ തള്ളു കേട്ടിട്ടാണോ ഇപ്പം നിർത്താം. അങ്ങനെ ഗജ അത് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പോയ ശേഷം ഒരു ദിവസം നമ്മുടെ കോളേജിൽ നിന്ന് ഈ ഗജ എഫക്റ്റ് ചെയ്തവർക്ക് ഗജ റിലീഫ് ഫണ്ട്, അതായിരുന്നു ആക്ച്വലി എൻ്റെ പേര്. അത് കൊടുക്കാൻ പോയടത്തേക്ക് ഞാൻ പോയി. കുറച്ച് സ്റ്റുഡൻസ് പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ട്, ഞാൻ മാത്രമല്ല ഞാനും ഉണ്ട്. അവിടെ പോയപ്പോഴാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത് ലൈക്ക് ഹൗ ഇൻറ്റൻസ് ഇറ്റ് വാസ്. അവിടെ കുറേ നാടുകളിൽ കറണ്ട് ഇല്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് റോഡിൽ മരം, എന്നിട്ട് അതിൽ കൂടെ വളച്ച് തിരിച്ചിരിക്കുകയാണ് പോയത്. അവിടെ പോയി നോക്കുമ്പോൾ നമ്മളുടെ ഒരു അംഗനവാടി പോലത്തെ സെറ്റപ്പിൽ കുറേ ഫാമിലീസ് താമസിക്കുക. എന്നിട്ട് നമ്മൾ സാധനം കൊണ്ട് പോകുമ്പോൾ ഇവർ വന്നിട്ട് കളക്ട് ചെയ്യുമ്പോൾ ഒരേ ആൾ 3 പ്രാവശ്യമൊക്കെ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്തോ ഒരു സാധനം എടുക്കാൻ പോയ കൂട്ടത്തിൽ ആരുടെയോ ചവിട്ടൊക്കെ എൻ്റെ മുതത്തോണ്. ലൈക്ക് സാധനങ്ങൾ നമ്മളിങ്ങനെ കൂട്ടിയിടില്ലേ, അപ്പോൾ ഞാനതിങ്ങനെ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഏത് ആൾക്കാരിങ്ങനെ നടക്കുകയാണ്, അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരിതിൽ ചവിട്ടൊക്കെ കൊണ്ടിട്ട് അപ്പോഴേക്കും പിന്നെ സാറൊക്കെ എന്നെ പിടിച്ചിട്ട് ഇനി പോയിക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. ഒരു ചവിട്ടും കൂടി കൊള്ളാനുള്ള ആരോഗ്യം എനിക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അവിടെ എത്തിയപ്പോഴാണ് ഈ ആക്ച്വൽ ഈ ഗജൻ്റെ നമ്മളുടെ ഒരു സീരിയസ്നെസ് എനിക്ക് മനസ്സിലായിട്ട്. അതുവരെ നമുക്ക് തമാശയായിരുന്നു. ഗജ വന്നു, ഗജ സേവിങ് അസ് ഫ്രം എക്സാം, സെം എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ മീമൊക്കെ ആയിരുന്നു. പക്ഷെ കുറേ ഫാമിലീസ് അതിൽ നിന്ന് എഫക്റ്റ് ആയിട്ട് വീടൊക്കെ പോയി, അവരുടെ എന്താ പറയുക, അവർ അവിടെ മോസ്റ്റ്ലി അഗ്രികൾച്ചർ ആ ഒരു സംഭവമാണ്, സാധാരണ ആൾക്കാരാണ്, വ്യവസായി അവരാണ്. അതൊക്കെ പോയി, വീട്ടിൽ കറണ്ട് ഇല്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ, ഈ സ്കൂളുകളിലും അംഗനവാടിയിലൊക്കെ ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ അവർക്ക് എന്നിട്ട് കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ കുറേ ആൾക്കാർ ഇതേപോലെ കൊടുക്കാനും അതും ഇതും, പിന്നെ അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ആയിട്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി, ആക്ച്വലി സങ്കടമൊക്കെ തോന്നി. ബട്ട് യാ ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ കാണുന്നത് മാത്രമല്ല ലൈഫ് എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നൊരു സമയമായിരുന്നു. എനിവേ ഇതൊക്കെയാണ് ഞങ്ങളുടെ രണ്ടാളുടെയും തള്ളലുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇതുപോലുള്ള തള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. മഴ നിന്നിട്ട് ദേ ഇവിടെയൊക്കെ ഉണങ്ങി, സ്ഥലമൊക്കെ ഉണങ്ങി. ഞങ്ങളകത്ത് പോയിട്ട് റിലാക്സ് ചെയ്യട്ടെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ വായോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് യു ലൈക്ക് മൈ ചാനൽ കണ്ടന്റ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരില്ലേ, കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തെങ്കിലും അല്ലേ. അപ്പോൾ കാണാം. ബൈ ബൈ.